നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപം ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം രാവിലെ പുറത്തു വന്നിരുന്നു. ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നൊരു സംശയം തുടക്കത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് ഇത് കൊലപാതകമെന്ന് തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് പോലീസ് വരികയാണ്. കാരണം സമാനമായിട്ടുള്ള പല തെളിവുകളും അവിടെ നിന്ന് ലഭിക്കുകയും അതുപോലെ തന്നെ യുവതിയുടെ ശരീരത്തിലും പല മുറിവുകളും കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ. പക്ഷെ ഇതുവരെയായിട്ടും പുറത്തേക്ക് പ്രതിയുടെ വിശദാംശങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ ഫോണിലെ സിം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഫോൺ കോട്ടയം സ്വദേശിനിയായ സുധാ ബേബിയുടേതാണെന്ന് കണ്ടെത്തിയത്. ഇവരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസ് നിഗമനം. കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് പോലീസ്. അന്വേഷണം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. കാരണം നിർണായകമായ ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായും വിവരങ്ങളുണ്ട്. ആ സമീപത്തുള്ള CCTVയിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. യുവതിയുടെ കൂടെ ഒരു യുവാവും ഉണ്ടായിരുന്നു എന്നുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവതി ഏത് നാട്ടുകാരിയാണ് എന്നുള്ളത് ആദ്യമേ പുറത്തു വന്നത്. ഇന്നലെ രാത്രി 11:30 ശേഷം യുവതി മറ്റൊരാൾക്കൊപ്പം കാറിൽ വന്നിറങ്ങുന്നതും ഇവിടെ നിന്ന് പാലത്തിന്റെ അടിയിലേക്ക് നടന്നു പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. അതായത് ഈ മരിച്ചിട്ടുള്ള യുവതിക്ക് ആ കാറിലുള്ള വ്യക്തിയെ അറിയാം എന്നുള്ളത് ഉറപ്പാണ്. കാരണം വളരെ പരിചയമുള്ള ആളുകളെ പോലെയാണ് ഇരുവരും. അവിടെ ഒരു കാറിൽ വന്നിറങ്ങുന്നു. അവിടെ നിന്ന് തന്നെ വലിച്ചിഴക്കുകയൊന്നുമല്ല, ഒപ്പം കൂടെ തന്നെയാണ് ഈ യുവതി പാലത്തിനടിയിലേക്ക് പോകുന്നത്. പിന്നീട് പാലത്തിനടിയിൽ വെച്ച് എന്തോ വാക്ക് തർക്കത്തിന്റെ പേരിൽ കൊലപാതകം നടന്നുവെന്നാണ് സൂചനകൾ. ഇനി അത് എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ കുറിച്ചാണ് വിശദാംശം പുറത്തു വരാനുള്ളത്. അവിടെ ഈ വന്നിറങ്ങിയ വാഹന നമ്പർ അടക്കം പോലീസ് ഐഡന്റിഫൈ ചെയ്തുവെന്നാണ് വിവരം. പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് രാവിലെയാണ് യുവതിയുടെ മൃതദേഹം ട്രാക്കിനടുത്ത് കിടക്കുന്നതായി കണ്ടതെന്നും ലോക്കോ പൈലറ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ട്രെയിനിൽ നിന്നുള്ള വീണുള്ള മരണമല്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. സ്വാഭാവികമായും ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹം കിടക്കുന്നത് കാണുമ്പോൾ ഒന്നെങ്കിൽ അത് ആത്മഹത്യയാകാനുള്ള സാധ്യതയുണ്ട്, ഒപ്പം തന്നെ ട്രെയിനിൽ നിന്ന് അബദ്ധത്തിൽ വീണതോ ആരെങ്കിലും തള്ളിയിട്ടതാകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപാതകം നടത്തി മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ആത്മഹത്യയല്ല എന്നുള്ളത് പോലീസിന് ഉറപ്പായിരുന്നു. കാരണം സ്ത്രീയുടെ മുഖത്തും ശരീരത്തിലും മുറിവുകളും പാടുകളുമുണ്ട്. കൂടാതെ മൃതദേഹത്തിന് തൊട്ടടുത്ത് നിന്ന് കണ്ടെത്തിയ ഫോണിൽ നിന്നാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടിയത്. കൂടാതെ യുവതിയുടെ ശരീരത്തിൽ നഗരത്തിലെ വസ്ത്ര സ്ഥാപനത്തിലെ സ്റ്റിക്കറുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. യുവതി നഗരത്തിലെ താമസക്കാരിയാണോ അതോ കോട്ടയത്ത് നിന്ന് വന്ന് കൊച്ചിയിൽ താമസിക്കുന്നതാണോ എന്നതുൾപ്പെടെ പരിശോധിക്കുകയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന കോട്ടയം റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ 4 മണിയോടെയാണ് സ്ഥലത്ത് പോലീസ് എത്തിയത്. ഉടൻ തന്നെ സമീപത്തുള്ള ഹോസ്റ്റലിലെത്തി വാർഡനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. സ്ത്രീയുടെ മൃതദേഹമാണെന്നും മൂടാൻ തുണി വേണമെന്നും പോലീസ് ആവശ്യപ്പെട്ടതായി വാർഡൻ പറയുന്നു. സമീപവാസിയായ സ്ത്രീയല്ലെന്ന് നാട്ടുകാരും വ്യക്തമാക്കുന്നു. ട്രാക്കിന് മുകളിൽ കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ട്രെയിൻ വന്ന് കയറിയാൽ ഒരു സാധാരണ ട്രെയിൻ അപകടം എന്ന രീതിയിലേക്ക് സംഭവം ചുരുങ്ങുമെന്നും കൊലപാതകി കരുതിയിരിക്കാമെന്നാണ് സൂചന. അതായത് അവിടെ വെച്ച് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യയാണെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രെയിൻ തട്ടിയുള്ള അപകടമാണെന്ന് വരുത്തി തീർക്കാനാണോ ഇത്തരത്തിൽ ട്രെയിൻ ട്രാക്കിനടുത്ത് തന്നെ കൊണ്ടുവന്ന് ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ. ഇനി ഇത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ മേഖല കൂടിയാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടിട്ടതാണോ എന്നതായിരുന്നു മറ്റൊരു സംശയം. എന്നാൽ ഇരുവരും കാറിൽ വന്നിറങ്ങുന്ന ദൃശ്യം ലഭിച്ചതോടെ ഇവിടെ വെച്ച് തന്നെയാണ് കൊലപാതകമെന്ന് വ്യക്തമായി. മാത്രമല്ല കൂടെ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സുധാ ബേബി അമ്മയും ഒന്നിച്ച് പൂത്തോട്ട ാണ് കഴിഞ്ഞ 3 മാസമായി താമസം. ഭർത്താവുമായി ബന്ധം വേർപ്പെടുത്തിയതാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുവതിക്ക് മറ്റ് ബന്ധുക്കളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ അല്ലെങ്കിൽ യുവതിയെ കുറിച്ച് അറിയാവുന്ന സുഹൃത്തുക്കളോ അവരെയൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ നഗരത്തിലെ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെ സ്റ്റിക്കർ പതിച്ചിട്ടുള്ള യൂണിഫോമാണ് യുവതി ധരിച്ചിരുന്നത്. ഇനി പ്രതിയിലേക്ക് എത്താനുള്ള എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. പ്രതിയെക്കുറിച്ചും സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്.
ഇനി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യൽ നിന്ന് മാത്രമായിരിക്കും എന്താണ് കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല, യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിലേറെ നിർണായകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും എങ്ങനെയാണ് മരിച്ചിരിക്കുന്നത്, എന്താണ് മരണകാരണം എന്നുള്ളതിലും വ്യക്തത വരികയുള്ളൂ. പോലീസ് അന്വേഷണം നടക്കുകയാണ്.